പ്രാർത്ഥിക്കുമാറാകട്ടെ. प्रभु यीशु मसीह के नाम की महिमा हो। आज रात में फिर से और एक और बार എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സീരീസിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുവാനാണ് കർത്താവിനെ ശരണപ്പെടുന്നത്. इब्रानी का पत्री से जो है हम लोग जो है पढ़ के आ रहा था, उसी सीरीज से, उसी परंपरा से हम लोग आगे बढ़ने के लिए मैं आग्रह करता हूँ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായ ഒരു ക്യാരക്ടറാണ് ഇന്ന് മുതലുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം എന്നാണ്. और मुझे जो है बहुत पसंद वाला एक व्यक्ति के बारे में आज से हम लोग पढ़ेंगे, जिनका नाम जो है अब्राहम है. നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവരെല്ലാവരും അവരുടെ തലമുറയിൽ കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ ഉടമസ്ഥരായിരുന്നു എന്നുള്ളതാണ്. और हम लोग जो है इन लोग के बारे में सीखने के वक्त में एक आम तौर से एक चीज पता चलता है कि वे लोग अपना जमाने में, अपना पीढ़ी में प्रभु के साथ बहुत गहरा संबंध रखने वाला लोग थे. ഒരു കോർപ്പറേറ്റ് അപ്രോച്ചിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഒരു പേഴ്സണൽ ബന്ധമുണ്ടായിരുന്നു. അതാണ് ദ കീ ടു സക്സസ്. അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമല്ലായിരുന്നു. അവർ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിരുന്നു. और वे लोग जो है एक सामूहिक जो है परमेश्वर के साथ एक सामूहिक संबंध, या कलीसिया के कारण या लोगों का जो है जुड़ने के कारण जो एक सामूहिक संबंध होते हैं, वो संबंध से ज्यादा व्यक्तिगत संबंध परमेश्वर के साथ रखने वाला लोग थे. और इन लोगों का आत्मिक जीवन जो है विजय होने का एक कारण ये था कि परमेश्वर के साथ एक गहरा व्यक्तिगत संबंध ये लोग बना कर रखा था. ആബേൽ മുതൽ ഈനോക്ക്, നോവ, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും നമ്മൾ ആവർത്തിച്ച് പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തലമുറയിൽ അവർ വ്യത്യസ്തരായിരുന്നു. അതുപോലെയായിരുന്നു അബ്രഹാമും. और हनोक और अब्राहम, इन लोग का बारे में जो है, नूह के बारे में सब हम लोग जो है एक सीख हमें जो है ही मिला था कि वे लोग जो है अपना पीढ़ी में परमेश्वर के लिए अटल रहने वाला लोग थे. അവർക്കെല്ലാവരും അവരുടേതായ എക്സ്ക്യൂസസ് പറയുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. നോഹയുടെ കാലത്ത് എല്ലാവരും അനീതി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇവരെല്ലാവരും അവരുടെ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രി കാലം സാഹചര്യങ്ങളെ പഴി പറയാതെ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്നവരെയാണ് ദൈവം ചരിത്രം സൃഷ്ടിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. और ये लोग सब जो है अपना पीढ़ी के लोग, उन लोग का जो है सोच या उन लोग का विचार या उन लोग का हरकत के विरुद्ध चलने के वक्त में भी वे लोग जो है प्रभु के लिए खड़ा होने के लिए तैयार हो गया. और इसी तरह हमारा ही जो है पीढ़ी में हम जो है हमारा जमाने को, हमारा जो है परिस्थिति को आरोप लगाते हुए आत्मिक जीवन जब नहीं जीने के वक्त में एक चीज समझ लीजिए कि हमारा परिस्थिति के विरोध में, हमारा जो है चारों तरफ होने वाला पाप के विरुद्ध में खड़ा होते हुए प्रभु के लिए जो खड़ा होने वाला लोग, उनके द्वारा प्रभु इतिहास जो है बनाने के लिए प्रयास करते हैं. അത് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അബ്രഹാം. അബ്രഹാമിന്റെ ജേർണി എന്ന് പറയുന്നത് എബ്രാം ടു എബ്രഹാം. പ്രൈസ് ദി ലോർഡ്. और वो एब्राम टू एब्राहम, वही चीज जो है हम लोग जो है आज भी सीखने जा रहा है. अब्राहम का जिंदगी को देखेगा तो एक चीज हमें समझना चाहिए, अब्राहम से अब्राहम तक जो सफर, उसके बारे में हम लोग आज देखेंगे. अब्राहम से अब्राहम तक जो सफर. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മൾ എബ്രഹാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ അതിനു മുൻപ് തനിക്ക് ഒരു പേരുണ്ടായിരുന്നു, എബ്രാം. അബ്രാം ടു അബ്രഹാം. അവിടെയാണ് ദൈവം തന്റെ ഐഡന്റിറ്റിയെ മാറ്റുവാനിടയായി തീർന്നത്. और हमें जो है अब्राहम जो शब्द से हमें इब्रानियों का पत्री में हम लोग पढ़ते हैं. और लेकिन हम समझना चाहिए अब्राहम जो शब्द आने से पहले उनको दूसरे एक शब्द था, उस शब्द का नाम है अब्राम जो है बोला जाता है. और अब्राम से उन्होंने अब्राहम कैसे बना, उसके बारे में आज हम लोग सीखेंगे. എബ്രായ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനത്തിൽ അതിന്റെ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും നമുക്ക് ലഭ്യമാണ്. और हम लोग इब्रानियों का पत्री से हम लोग आज सीखेंगे. इब्रानियों का पत्री उसका जो है 11 अध्याय 17 से लेकर हम लोग जो है पढ़ेंगे. और उसका पृष्ठभूमि हम लोग उत्पत्ति की किताब 12 अध्याय से
तो हमें पता चलेगा। എബ്രായ ലേഖനം 11 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് വായിക്കാം. इब्रानियों का पत्री 11 अध्याय 8 से लेकर 10 पद तक हम लोग जल्दी पढ़ेंगे, इसके बाद जो है इसके आगे को भी बाद में देखा जाएगा। विश्वासी से अब्राहम तो आज्ञा मानकर ऐसी जगह निकल गया जिसे मिरास में लेने वाला था, और ये न जानता था कि मैं किधर जाता हूं, तो भी निकल गया। विश्वासी से उसने प्रतिज्ञा किए हुए देश में, पराये देश में परदेशी के समान रहकर इसहाक और याकूब समेत जो उसके साथ उसी प्रतिज्ञा के वारिस दे तंबुओं में वास किया, क्योंकि वो उस स्थिर नींव वाले नगर की बाट जोता था जिस बनाने वाला परमेश्वर है। ആമേൻ. അപ്പോൾ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് അബ്രഹാമിനെ വിളിക്കുന്നത് എബ്രഹാം എന്നാണ്. നോക്കുക, ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. और यहाँ पे इब्रानियों का पत्री 11 अध्याय में हम लोग जो है अब्राहम के बारे में पढ़ने के वक्त में उसको अब्राहम बुलाया जा रहा है, और कोई शब्द हम लोग नहीं देखते हैं। ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 12 അധ്യായം അതിൽ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ. അതിന്റെ പ്രാരംഭ വാക്യം മാത്രം ഇപ്പോൾ വായിച്ചാൽ മതി, സമയത്തിന്റെ കുറവ് മൂലം. और हम लोग जो है उत्पत्ति के किताब में हम लोग आएंगे, उत्पत्ति के किताब 12 अध्याय में हम लोग आएंगे, 1 से लेकर कुछ पदों को हम लोग जो है पढ़ेंगे. 1 മുതൽ എത്ര വരെ വായിക്കണം? ഒന്നാം വാക്യം മാത്രം ഇപ്പോൾ വായിച്ചാൽ മതി. 1 മുതൽ 7 വരെയുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ്. ओके, पहला पद को आज अभी पढ़ेंगे, और 1 से लेकर 7 पद तक हमारा टेक्स्ट है आज का सीखने के लिए. और पहला पद पढ़ूंगा 12 का 1, उत्पत्ति 12 का 1. यहोवा ने अब्राम से कहा, अपने देश और अपने कुटुंबियों और अपने पिता के घर को छोड़कर उस देश में चले जा जो मैं तुझे दिखाऊंगा. അവിടെ കൊടുക്കുന്ന പദം എബ്രഹാം അല്ല, എബ്രാം. അബ്രാമിനെയാണ് ദൈവം വിളിക്കുന്നത്. ആ വിളിയോടുള്ള തന്റെ റെസ്പോൺസ് ആണ് തന്നെ അബ്രഹാം ആക്കി മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. और वहां पे जब बुलाने के वक्त में परमेश्वर जो है अब्राम को बुलाते हैं, वो शब्द को आप अगर आपके पास बाइबल है तो उसका नाम को जो है जरा सा ध्यान करें, उसका नाम अब्राहम नहीं है मगर उसका नाम अब्राम है. तो वो अब्राम को प्रभु बुलाकर वो अब्राम को परमेश्वर बाद में अब्राहम बना देते हैं. സാധാരണ ഒരു പേഴ്സണാലിറ്റി ആയിരുന്ന എബ്രാം വിശ്വാസികളുടെ പിതാവായ എബ്രഹാമായി മാറി. എന്തുകൊണ്ട്? വിളിയോടുള്ള തന്റെ റെസ്പോൺസ് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. आमीन. तो एक साधारण व्यक्ति जो अब्राम जो है विश्वासियों का पिता बन गया, पिता जो है अब्राहम बन गया. कैसे? क्योंकि उसको अपने बुलाहट में एक ईमानदारी था या विश्वास्यता था. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ കുലശ്രേഷ്ഠതയോ ഒന്നുമല്ല. കാലാകാലങ്ങളിലായിട്ട് ദൈവം നമ്മെ വിളിച്ചപ്പോൾ ആ വിളിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തതനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. आमीन. हमें जो है अलग बनाने वाला चीज जो है हमारा कुल या हमारा महिमा, हमारा जात, इस प्रकार का कोई चीज नहीं है कि पहले से परमेश्वर ने हमें जब बुला लिया, परमेश्वर ने हमें चुन लिया, वो ही വിശേഷ വ്യക്തി ബനാ ദിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അബ്രഹാമിന്റെ വിളിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കോൾ ഓഫ് എബ്രഹാം, എ ജേർണി ഫ്രം എബ്രാം ടു എബ്രഹാം. और अब्राहम का जो है बुलाहट के बारे में हम लोग जो है आज सुनने जा रहा है. अब्राहम का बुलाहट, अब्राम से अब्राहम तक जो सफर. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിളിയെ കുറിച്ചുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇന്ന് രാത്രികാലം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. और इस बुलाहट का जो है 3 विशेषताएं जो है मैंने आपके सामने आज शाम के वक्त में प्रस्तुत करना चाहते हैं. ഒന്നാമതായിട്ട് നമ്മൾ അവിടെ കാണുന്നത് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ താമസിക്കുന്ന സ്ഥലം വിട്ട് യാത്രയാകണം. എങ്ങോട്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ the number 1 uniqueness of this calling is there is a lot of uncertainty involved in this call. ഈ വിളിയിലുള്ള ഒരുപാട്
അറിവില്ലായ്മ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് അൺനോൺസ് ഉള്ള, അൺസർട്ടണിറ്റി ഉള്ള ഒരു കോൾ ആയിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കണം. और अब्राहम को जब परमेश्वर बुलाने के वक्त में बोल रहा है अपना देश और अपना कुटुंबियों को छोड़कर जाना, लेकिन कहां जाने के लिए प्रभु नहीं बोला है। तो ये बुलाहट का पहला विशेषता यही है कि उसमें जो है समंजस ज्यादा है, या उसमें कहां जाना है या कहां पे पहुंचेगा उसके बारे में जो है कोई भी निश्चय यहाँ पे नहीं दिया गया है, और उसको कोई भी निश्चय नहीं है वो किधर की ओर से बढ़ रहा है। ഒരുപാട് അൺനോൺസ് ഉള്ള, അസന്നിഗ്ധത നിറഞ്ഞതായ ഒരു വിളിയാണ് ഇത്. ഈ വിളിയിൽ ഒരു ക്ലാരിറ്റി നമുക്കുണ്ടെന്ന് സംശയമാണ്. അത്രമാത്രം അൺസർട്ടൺ ആയിട്ടുള്ള വിളിയാണ്. എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ഇറങ്ങിത്തിരിക്കുവാനുള്ള ഒരു ആഹ്വാനം. और इस बुलाहट का जो है विशेषता यही है कि इसमें एक क्लैरिटी नहीं है, मतलब बुलाहट जो है साफ नहीं है, कहां के लिए निकलना है वो बात यहाँ पे नहीं बताया गया है। इस प्रकार के एक बुलाहट यहाँ पे हम लोग पाए जाते हैं। നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മെ ഒരാൾ വിളിക്കുമ്പോൾ, let's say Pastor Jean is inviting me for a dinner. ആ വിളിയിൽ പറയുകയാണ്, ബ്രദർ സിംജൻ ഇന്ന് രാത്രി ഡിന്നറിന് വരണം. പക്ഷെ എവിടേക്ക് വരണം എന്ന് പറയാതിരുന്നാൽ ആ വിളിയോടുള്ള എന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? और मान के चलिए प्रभु का दास जीन जो है मुझे डिनर के लिए बुला रहा है, तो डिनर में बुलाने के वक्त में उन्होंने मुझे डिनर के लिए तो आमंत्रण दिया, लेकिन कहां पे आना है ये बात मुझे नहीं बताएगा, तो फिर वो बुलाहट कैसे रहेगा, वो आमंत्रण कैसे रहेगा, आप जरा सा सोच लीजिए। പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പാസ്റ്റർ ജീൻ എന്നോട് പറയുകയാണ്, ബ്രദർ സിംജൻ കാരണം നിശ്ചയമായിട്ടും വരണം. ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു സ്ഥലത്തോട്ട് വരണം. അതെവിടാ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എബ്രഹാമിന്റെ ഫാമിലി. തന്റെ പിതാവായ തേരഹം വളരെയധികം സമ്പത്തുമുള്ളതായ ഒരു സെറ്റപ്പിൽ നിന്നും ദൈവം അവനെ പറിച്ചെടുക്കുകയാണ്. എങ്ങോട്ട് അറിയത്തില്ല. अनसर्टनिटी इन्वॉल्व इन द कॉलिंग. हालेलुया. और यहाँ पे जो है पास्टर जी ने मुझे बुला रहा है कि कहाँ पे आना है। जब मैंने पूछा तो बोला कि हम बताएंगे आपको आना है, फला जगह पे आपको आना है। देखिए इस प्रकार अब्राहम को जो है नहीं बताया गया है कि कहाँ की ओर से बढ़ना है, कहाँ की ओर से जाना है, क्योंकि बड़ा जो है संपत्ति से और बड़ा एक परिवार था अब्राहम का परिवार, उनके साथ बहुत सारा संपत्ति है, लेकिन बोल रहा है ये सब छोड़कर तुमको निकलना है, कहाँ की ओर से जाना है, ये बात नहीं बताया। ഓ പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അത് വായിച്ചു വിടുവാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ വളരെ സെറ്റപ്പുള്ള, വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള, പണമുള്ളതായ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അത്ര മൃഗസമ്പത്തും കൃഷിയും ഒക്കെ ഉള്ളതായ ഒരു കുടുംബത്തിൽ നിന്നും ദൈവം ഒരു ദിവസം അബ്രഹാമിനോട് പറയുകയാണ്, നീ ഇറങ്ങിത്തിരിക്കണം. ദാറ്റ് വാസ് ഫെയർ. പക്ഷേ അടുത്ത വാചകം എങ്ങോട്ടാണെന്ന് ഞാൻ പറയുകയില്ല. ഓ പ്രൈസ് ദി ലോർഡ്. और मैंने तो ये जो बुलाहट का विशेषता यही है कि उनके पास ज्यादा संपत्ति है, ज्यादा जो है अलग अलग जो है चीजें हैं उसके पास, पिता के पास भी बहुत सारा संपत्ति है, लेकिन वहां से प्रभु उसको बुला रहा है, बोल रहे कि तुमको वहां से निकलना है, तुम जो अवस्था में है अभी वहां से निकलना है, कहां पे जाना है तो नहीं बताया। ഓ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെയാണ് വിശ്വാസത്തിന്റെ ആഴം നമ്മൾ വെളിപ്പെടുന്നത്. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ആഴം വെളിപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാനും പാസ്റ്റർ ജീനും കൂടെ ഒരു യാത്ര തിരിക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് സ്ഥലം അറിയത്തില്ല, പക്ഷേ സ്ഥലം അറിയുന്ന പാസ്റ്റർ ജീൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രതികരണം? यही जो है बुलाहट का विशेषता है, क्योंकि जब पास्टर जी ने जो है मुझे बुलाया तो मुझे जो है जगह नहीं मालूम कहां पे जाना है, लेकिन आप जरा सा समझ लीजिए कि पास्टर जी अगर मेरे साथ चलेंगे तो मेरा जो है वो आमंत्रण जो या मेरा जो है एहसास कैसे होगा, मैं कैसे जो है उसके साथ चलने के लिए आप प्रयास करेंगे, आपको समझ सकता हूं। പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെ ഒന്ന് ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ എനിക്ക് സ്ഥലം അറിയാമെങ്കിൽ, എനിക്കും പാസ്റ്റർ ജീനിനും ഒരുപോലെ സ്ഥലം അറിയാമെങ്കിൽ, എനിക്ക് പാസ്റ്റർ ജീനിന്റെ മേലുള്ള ഡിപ്പെൻഡൻസി വളരെ കുറവായിരിക്കും, അല്ലേ? യെസ്. എന്നാൽ എനിക്ക് സ്ഥലം അറിയാതിരിക്കുകയും പാസ്റ്റർ ജീനിന് എല്ലാ സ്ഥലവും അറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ
പാസ്റ്റർ ജീൻ ഒരു മിനിറ്റ് കാറിൽ നിന്നോ ഞങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടിയിൽ നിന്നോ ഇറങ്ങിയാൽ ഞാൻ പരിഭ്രാന്തനായി മാറും. Praise the Lord. और आप समझ लीजिए कि पास्टर जीन और मुझे दोनों को जगह मालूम है कहाँ पे जाना है डिनर के लिए, तो फिर जो है मुझे कार्यक्रम जो है आसान से हो जाएगा, मुझे जो है पास्टर जीन पर निर्भर होने का कोई जरूरत नहीं है। लेकिन मान लीजिए कि मुझे जो है जगह नहीं मालूम कहाँ पे जाना है और जीन को जो है मालूम है कहाँ पे जाना है, और हम लोग सफर करने के बीच में उन्होंने जो है गाड़ी से निकल जाएगा, तो मुझे जो है बहुत अफसोस हो जाएगा या मुझे बहुत बेचैनी हो जाएगा, क्योंकि मुझे नहीं मालूम कहाँ पे जाना, जिनको मालूम है वो गाड़ी से निकल गया है। അറിവില്ലാത്ത ഞാനും അറിവുള്ള പാസ്റ്റർ ജീനും ഉള്ള യാത്രയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അറിവില്ലാത്ത ഞാനും ഒന്നും അറിയാത്ത ഞാനും സ്ഥലം അറിയുന്ന പാസ്റ്റർ ജീനും ഒരുമിച്ചുള്ള യാത്രയിൽ ഞാൻ പാസ്റ്റർ ജീനിന്റെ മുകളിൽ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്നതായ ആ ട്രസ്റ്റിനെയാണ് ഇവിടെ ദൈവം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പുകഴ്ത്തുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. So close relationship. Amen. तो यहाँ पे जो है विश्वास का जो बात को यहाँ पे परमेश्वर ने जो इसलिए सराहा है कि अब्राहम जो है जिनके पास कोई ज्ञान नहीं है, लेकिन ज्ञान वाला व्यक्ति के साथ चलने के लिए उन्होंने उसके ऊपर में भरोसा किया, वही जो है विश्वास में जो है यहाँ पे परिभाषित किया हुआ है। मेरे पास जो है ज्ञान नहीं है जीन कहाँ जा रहा है, लेकिन उसके ऊपर में मैंने भरोसा करके जो गया, इस प्रकार का एक विश्वास जो है यहाँ पे अब्राहम दिखाया, इसलिए उसको വിശ്വാസിयों का पिता जो है बुला गया है। രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ അറിവില്ലായ്മയും പാസ്റ്റർ ജീനിന്റെ അറിവും ഇവിടെ പ്രത്യേകതയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എനിക്ക് ഇച്ചിരെങ്കിലും അറിയാമെങ്കിൽ ആ യാത്ര വളരെ വളരെ പ്രയാസമായിരിക്കും. കാരണം പാസ്റ്റർ ജീൻ എന്നോട് റൈറ്റിലോട്ട് തിരിയാൻ പറയുമ്പോൾ ഞാൻ പറയും, എനിക്കും ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട് ലെഫ്റ്റിലോട്ടാണോ എന്ന് സംശയം ഒക്കെ പറഞ്ഞാൽ ആ യാത്രയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ പാസ്റ്റർ ജീനിന്റെ അറിവ് മാത്രമല്ല, എന്റെ അറിവില്ലായ്മയും വിശ്വാസത്തിന്റെ ആഴം കൂട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. आमेन। तो आप समझ लीजिए मेरे पास थोड़ा सा ज्ञान है, लेकिन हम पास्टर जीन के साथ जो है सफर कर रहा है, तो उन्होंने जो है आगे बढ़ने के वक्त में बोला कि हम लोग को जो है दाएं मुड़ना है। तब मैंने जो है मेरा जो है हल्का ज्ञान से उनको बता रहा है, नहीं मुझे लगता है कि हमको बाएं मुड़ना चाहिए, दाएं नहीं मुड़ना चाहिए। तो आप समझ लीजिए कि उस सफर में जो है कितना समंजस हो जाएगा, कितना कंफ्यूजन हो जाएगा, आप समझ लीजिए। लेकिन आप जो है मान के चलिए मेरे पास बिल्कुल ज्ञान नहीं है कहां पे जाना है और पास्टर जीन के पास पूरा ज्ञान है कहां पे जाना है, तो फिर जो है मुझे कोई कंफ्यूजन का या कोई जो है संदेह का जरूरत नहीं पड़ते हैं। हम उस पर निर्भर करके उसके साथ चलना ही काफी है, जहां पे जाना है वहां पे वो हमें पहुंच जाएगा। കുറച്ചു സമയം കഴിയുമ്പോൾ എൻ്റെ ഈ പരിമിതമായ അറിവ് കാണിക്കുവാനുള്ള ധൃതിയിൽ ഞാൻ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും പാസ്റ്റർ ജീൻ എന്നോട് പറയും, ബ്രദർ സിംജൻ, can you keep quiet? I know where we are going. Hallelujah. और मान के चलिए बीच बीच में जो है मैंने जो है उनको बताते रहते हैं कि पास्टर जीन हम लोग को जाने का रास्ता यही है ना। तो कुछ समय के बाद हो सकता है पास्टर जीन ने जो है मुझे बोलेगा कि सिमजन भाई आप थोड़ा सा चुप रहेंगे कि मुझे मालूम है कहां पे जाना है। हालेलुया। ദൈവം നമ്മളോട് പറയുന്നത് തന്നെയാണ്, എനിക്കറിയാം. അപ്പോൾ ഈ യാത്ര സുഖകരമാക്കുവാൻ, എന്നെ വളരെ ശ്രദ്ധിക്കണം, ഈ യാത്ര സുഖകരമാക്കുവാനുള്ള ഒരേ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ, നമ്മൾ മിണ്ടാതിരിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പാസ്റ്റർ ജീനിൽ ട്രസ്റ്റ് ചെയ്യുക. That's all. If you make it very simple. അബ്രഹാം വിചാരിച്ചു, കർത്താവേ ഇത് യാത്ര സിമ്പിൾ ആക്കുവാൻ എനിക്ക് ഒരു കാര്യമേ മാത്രമേ ഉള്ളൂ, എൻ്റെ അറിവില്ലായ്മയെ സമ്മതിക്കുകയും നിന്റെ അറിവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. हालेलुया। तो आप समझ लीजिए कि अगर इस सफर जो है बहुत महत्वपूर्ण बनाना है तो मुझे क्या करना है, मुझे चुप रहना है और पास्टर जीन पर जो है मुझे भरोसा रखना है और जहां पे ले जाएंगे वहां पे भी उनके साथ जाना है। तो इस सफर में अब्राहम के साथ जो सफर में भी हम लोग को यही पाए जाते हैं। अब्राहम को अज्ञानता है, उसको नहीं मालूम कहां पे जाना है, लेकिन उसको जिनको ज्ञान है, जो उनको बुलाया है उसके ऊपर में उन्होंने भरोसा रख के जो है आगे निकल गया है। तो इसलिए उनके जीवन में कोई संदेह का जरूरत नहीं पड़ा या संदेह नहीं हुआ।
പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ നമ്മെ വിളിച്ചപ്പോൾ ഒരുപക്ഷെ നമുക്ക് പോകുവാനായിട്ട് അറിയത്തില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാക്കിക്കോണം, ദൈവ സാന്നിധ്യം. പറഞ്ഞ ഉദാഹരണത്തിൽ പാസ്റ്റർ ജീൻ 1 മിനിറ്റ് എന്റെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വെപ്രാളമാണ് എപ്പോൾ തിരിച്ചു വരുമെന്നുള്ളതിനെ കുറിച്ച്. കാരണം ദൈവ സാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ബിക്കോസ് ലോട്ട് ഓഫ് അൺസർട്ടനിറ്റി ഇൻവോൾവ് ഇൻ ദ കോളിംഗ്. आमेन। क्योंकि इस हालेलुया। बुलाहट में जो है बहुत सारा संदेह हो जाते हैं, क्योंकि हमें नहीं मालूम कहां पे जाना है, लेकिन जो व्यक्ति हमें बताया उसको उपस्थिति को आप जो है निश्चिंत कीजिए, वो आपके साथ है कि नहीं है। हालेलुया। अगर वो आपके साथ नहीं है तब आपको बेचैनी हो जाएगा, आपको परेशानी हो जाएगा, लेकिन अगर वो आपके साथ रहने वाला व्यक्ति है, आपको उनकी उपस्थिति को आप अनुभव करते हैं, तो आपको चिंता करने का कोई जरूरत नहीं है। आप उनके साथ आराम से विश्वास के साथ चल सकता है। നമ്മൾ അടുത്ത ആഴ്ച കാണുവാനായിട്ട് പോകുന്ന ഒരു വിഷയമാണെങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ടച്ച് ചെയ്തോട്ടെ. എപ്പോഴും അബ്രഹാമിനോടുകൂടെ യാഗപീഠം ഉണ്ടായിരുന്നു. കർത്താവെ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പോലെ, ഐ മേഡ് ഷുവർ ദാറ്റ് പാസ്റ്റർ ജീൻ ഈസ് ഓൾവേസ് വിത്ത് മീ. ദൈവത്തിന്റെ യാഗപീഠം 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 തന്റെ കൂടെ കൊണ്ട് നടന്ന അബ്രഹാമിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുവാൻ ഇടയായത്. आमेन। तो अगला सप्ताह जो है इसका विवरण मैंने दे देंगे, लेकिन आप समझ लीजिएगा कि अब्राहम जो है जो वेदी को अपने साथ लेके चलने वाला एक व्यक्ति था। जहां पे गया था वहां सब जो है वेदी बनाकर प्रभु को बलि चढ़ाने वाला व्यक्ति था, जिसके बारे में अगला सप्ताह हम लोग देखेंगे। लेकिन वो जो है जहां सफर किया वहां पे प्रभु का वेदी को लेकर चला, प्रभु पर भरोसा रखते हुए चला। ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോടും ദൈവം പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ ഈ വഴിയായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടില്ലല്ലോ, പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കുക, നിങ്ങളുടെ മുകളിൽ മേഘമുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ദൈവ സാന്നിധ്യമാണ് ഈ നൂറ്റാണ്ടിൽ നമുക്ക് ആവശ്യം. ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഇന്നിന്റെ ആവശ്യം. ഇന്നിന്റെ ആവശ്യം നമുക്ക് വിജയങ്ങളൊന്നുമല്ല, ദൈവ സാന്നിധ്യമാണ് ഇന്നിന്റെ ആവശ്യം. हालेलुया। हमें जो है इन दिनों में बहुत जरूरत ही होते हैं कि प्रभु का उपस्थिति हो जाता है। इसलिए इस्राएली लोगों को बोला है कि आप लोग अभी तक इस सफर इस रास्ता से तो नहीं गया, तो परमेश्वर जो उन लोग को अगुवाई कर रहा है किस रास्ता से जाना है। तो इस सफर में, इस विश्वास का सफर में सबसे ज्यादा जरूरी हम यही होते हैं कि प्रभु का उपस्थिति होते हैं। Praise the Lord. Let me move on to my second thought. രണ്ടാമത്തെ യൂണിക്നെസ് ഓഫ് ദിസ് കോളിംഗ്. ഒന്ന്, ദ അൺസർട്ടനിറ്റി, അസന്നിഗ്ധത ഉൾപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊണ്ടു നിൽക്കുന്നതായ ഒരു വിളിയായിരുന്നു. നമ്പർ 2, സാക്രിഫൈസ് ഇൻവോൾവ് ഇൻ ദിസ് കോളിംഗ്. ഈ കോളിംഗിന്റെ ത്യാഗത്തിൻ്റെതായ ഒരു വിളിയാണ്. ത്യാഗം സഹിക്കുവാനുള്ള ഒരുപാട് ത്യാഗോജ്വലമായിട്ടുള്ള ഒരു വിളിയാണ് ഈ അബ്രഹാമിന്റെ വിളി. और पहला जो है बात मैंने बताया कि बहुत संदेह जो है भरा हुआ एक बुलाहट है, उसमें आगे क्या है उसके बारे में जो है क्लैरिटी नहीं है। दूसरा जो है मैंने आपको बताना चाहते हैं कि बहुत चीज त्यागने का एक बुलाहट है, बहुत चीज त्यागते हुए और बहुत कष्ट को सहते हुए आगे बढ़ने की एक बुलाहट है। 7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കേണ്ട. ദൈവം അബ്രഹാമിനോട് പറയുന്നതായ വിളിയെ സ്തെഫാനോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ലീവ് യുവർ കൺട്രി ആൻഡ് യുവർ പീപ്പിൾ. എന്ത് ചെയ്യണം? നിന്റെ ജനത്തെയും നിന്റെ പിതൃഭവനത്തെയും നിനക്ക് വേണ്ടപ്പെട്ടവരെയും നിന്റെ രക്തത്തിലുള്ളവരെയും നീ വിടണം. So there is a deep separation involved in this calling. Sacrifice number 1, it is a separation involved in this calling. Hallelujah. और हम लोग प्रेरितों का काम में जो है 7वां अध्याय में स्टीफन उसका प्रचार में जो है उन्होंने अब्राहम के बारे में जब बोलने के वक्त में बोलते हैं, जब परमेश्वर ने अब्राहम को बुलाया तो सबसे पहले अब्राहम को बोल रहा है कि तुम्हारा गहरा संबंध को तुमको छोड़ना पड़ेगा। तुम्हारा जो है एक संबंध को छोड़कर, एक जो है अपना खून से जो है लगा हुआ लोगों को छोड़कर जाने वाला सबसे पहला जो है सैक्रिफाइस, सबसे पहला जो है त्याग जो है ही होते हैं। छोड़ने वाला एक त्याग हम लोग को प्रभु जब बोलते हैं छोड़ने के लिए, उसको छोड़कर जाना पड़ेगा।
അത് പെർമനന്റ് സെപ്പറേഷൻ ആണ്. അബ്രഹാമിനോട് പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യേ, നീ ഒരാഴ്ച പോയിട്ട് തിരിച്ചു വരാം എന്നല്ല പറഞ്ഞത്. നീ വിടണം വിടണം വിടണം. യു ഹാവ് ടു ഡിനൈ, യു ഹാവ് ടു കംപ്ലീറ്റ്ലി സേ നോ ആൻഡ് മൂവ് ഓൺ. നീ മുന്നോട്ട് പോകുന്ന യാത്രയാണ് ഇത്. മുന്നോട്ടും പിന്നോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന യാത്രയല്ല ഇത്. മുന്നോട്ടും മാത്രമുള്ള യാത്രയാണ്. 100% സെപ്പറേഷൻ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര ത്യാഗോജലമായ ഒരു വിളിയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. कितना जो है त्याग करने वाला एक बुलाहट को परमेश्वर ने अब्राहम को बुलाया, कि अब्राहम से बोल रहा है कि तुम जो है 1 सप्ताह जाकर वापस आ सकता है, इस प्रकार नहीं बोला है कि तुम छोड़कर जाना है, छोड़कर जाना ही है। जब छोड़ देते हैं फिर जो है वापस आना नहीं, उससे जो है सारा संबंध को छोड़कर तुमको जाना पड़ेगा। वो जो है कितना बड़ा एक चीज त्यागा हुआ एक बुलाहट था। നമുക്കറിയാം, ഒരു ജോലിയിൽ നമുക്ക് പ്രവേശിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് റിസൈൻ ചെയ്യാം. നമ്മളൊരു പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ മാറ്റാം. ഒരു വീട് വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മാറുവാനായിട്ട് സാധ്യതയുണ്ട്. ഒരു വാഹനം മേടിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാം. എന്നാൽ ദൈവത്തിന്റെ കോളിനോടുള്ള പ്രതികരണം, ഇറ്റ് ഈസ് എ പെർമനന്റ് സെപ്പറേഷൻ. ഹല്ലേലൂയ. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. और हमें जो है कि गाड़ी खरीद लिया, हमें पसंद नहीं आया तो उसको बदल सकता है। कि घर में हम लोग रहते हैं, पसंद नहीं आया तो उसको बदल सकता है। लेकिन जब प्रभु का बुलाहट आते हैं, वो जो है एक स्थायी तौर से त्यागने का एक बुलाहट है, उसमें वापस जाने का कोई रास्ता नहीं है। इसलिए हम लोग बोलते हैं कि नो टर्निंग बैक, कभी भी मैं पीछे नहीं जा सकता हूं। लीव योर कंट्री, लीव योर कंट्री, लीव योर कंट्री. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 9:23 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ പിന്നീട് നമ്മൾ വായിച്ചാൽ മതി. ശിഷ്യത്വത്തെ കുറിച്ച് കർത്താവോട് പറയുമ്പോൾ, ഡിനൈ യുവർ സെൽഫ് ആൻഡ് ടേക്ക് ദ ക്രോസ്. എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ത്യജിച്ച് നിങ്ങൾ ദിവസേന അവന്റെ ക്രൂശ് എടുത്ത് അവൻ അനുഗമിക്കുവാനായിട്ട് ഇടയായി തീരണം. അതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത്. ഇതിന് ഞാൻ ഒരു കമ്പാരിസണിലോട്ട് കൊണ്ടുവരികയാണ്. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന അൺസർട്ടനിറ്റി ഉണ്ട്. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സാക്രിഫൈസ് ഉണ്ട്. आमीन। तो ये जो है यही बात जो है यीशु मसीह जब लूका समाचार 9 अध्याय में जब पढ़ने के वक्त में भी जो चेले लोगों को बता रहा है कि अपना क्रूस उठाकर अपने आप को त्यागते हुए अपना क्रूस उठाकर चलने का एक बुलाहट। तो इस बुलाहटों को मैंने जो है एक जो है मैंने तुलना करना चाहता हूं कि अब्राहम का बुलाहट से। अब्राहम को जब बुलाया और चेले लोगों को जब बुलाया, दोनों बुलाहट जो है बराबर होते हैं, क्योंकि वहां पे कई चीज त्यागने का बात होते हैं, वहां पे कई चीज छोड़ने का बात होते हैं, और एक समर्पण का बात वहां पे होते हैं। പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ഒരു ദിവസം പറയുകയാണ്, നീ എല്ലാത്തിനെയും വിടണം വിടണം വിടണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ടെമ്പററി ആയിട്ടുള്ളതായ ഒരു വെക്കേഷന് വേണ്ടിയല്ല അബ്രഹാമിനെ വിളിക്കുന്നത്. താൻ ഇത്ര കാലം വളർന്നതും താൻ കംഫർട്ടബിൾ ആയിട്ടുള്ള തന്റെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ടുകൊണ്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് യാത്ര തിരിക്കുവാൻ ഇറങ്ങിത്തിരിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. ഹൗ സ്ട്രോങ്ലി ഹി ട്രസ്റ്റഡ് ഗോഡ്, ഹൗ ഡീപ്ലി ഹി ട്രസ്റ്റഡ് ഗോഡ്. Excuse me, can you repeat please? അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വെക്കേഷൻ ആയിരുന്നില്ല ദൈവം പറഞ്ഞത്. പെർമനന്റ് ആയിട്ട് നീ വിടണം. നിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നീ വിട്ട്, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് തിരിച്ചു പിന്നെ പോകുവാൻ പറ്റാത്ത ഒരു യാത്രയിലേക്കുള്ളതായ ഒരു വിളി. എത്രമാത്രം ഡീപ്പായിട്ടാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. എങ്ങനെയാണ് അബ്രഹാം അതിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നത്? और अब्राहम का बुलाहट का गहराई को आप लोग समझ लीजिए कि ये जो है एक टेम्पररी तरीका में छोड़ने का बात नहीं है। आप थोड़ा समय के लिए कई चीजों को छोड़ दीजिए, इसके बाद जो है उसको अपना सकता है। इस प्रकार का एक बुलाहट नहीं है, मगर स्थायी तौर से छोड़कर प्रभु का पीछे जाने का एक बुलाहट जो है परमेश्वर अब्राहम को बुलाया, वही बुलाहट जो है गहरा होते हैं, वही बुलाहट जो है बहुत गहराई से जो है जो बुलाहट अब्राहम को जो बुलाया है। ദൈവം നമ്മെ വിളിച്ചപ്പോൾ ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്ന് പറയുന്നത് അത് സ്വയം ത്യാഗത്തിന്റെ വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുവാനുള്ളതായ വിളിയാണ്. അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ്. അത് അൺസർട്ടനിറ്റിയിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്.
आमेन। वो वहां पे जब परमेश्वर ने हमें बुलाया तो वो बुलाहट जो है का सब कुछ त्यागने का एक बुलाहट है, क्रूस उठाने की एक बुलाहट है, संदेह Hallelujah. में कूदने का एक बुलाहट है, क्योंकि हमें नहीं मालूम आगे क्या है, लेकिन संदेह में हम प्रभु पर विश्वास करते कूद रहा है। हालेलुया। ഓ അത്രമാത്രം സാക്രിഫൈസ് ത്യാഗോജ്വലമായ വിളിയാണ്. രണ്ടാമത്തെ ചിന്ത നമ്മൾ നോക്കുമ്പോൾ അതിലുള്ളത് എബ്രഹാം വാസ് എ മൂവ്മെന്റ്. എബ്രഹാം വാസ് എ മൂവ്മെന്റ്, ബട്ട് ലോത്ത് ഹു കെയിം അലോങ് വിത്ത് ഹിം, അബ്രഹാമിനോടുകൂടി യാത്ര ചെയ്തിച്ച ലോത്ത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറി. എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ അങ്ങ് സെറ്റിൽ ചെയ്തു. എന്നാൽ അബ്രഹാം പരദേശി പോലെ മൂവ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അത്രമാത്രം സാക്രിഫൈസ് അതിൽ ഇൻവോൾവ് ആണ്. और यहाँ पे जो है हम लोग एक और बात हम लोग समझना चाहिए कि अब्राहम जो है जब मूव करते रहा, मतलब आगे बढ़ते गया, उसके साथ जो है निकला हुआ जो व्यक्ति है लूत, उसके बारे में भी हम लोग पढ़ते हैं, वो जो है एक स्थापना बन गया, वो जो है स्थापन बन गया। वहां पे जो है अब्राहम जो है जब चलते रहने के वक्त में लूत एक जगह में सेटल हो गया, या वहां पे स्थापना, अपने आप को स्थापना कर दिया। എന്താണ് അതിന്റെ അർത്ഥം? 11-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുകയാണ് വിശ്വാസത്തിന്റെ അടുത്ത പ്രവൃത്തി, പെർസ്പെക്റ്റീവ് അവിടെ കാണുന്നത്. ബൈ ഫെയ്ത്ത് ഹി മേഡ് ഹിസ് ഹോം ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ് ലൈക്ക് എ സ്ട്രേഞ്ചർ ഇൻ എ ഫോറിൻ കൺട്രി. അവിടെയാണ് അതിന്റെ പ്രത്യേകത. ലൈക്ക് എ സ്ട്രേഞ്ചർ ഇൻ എ ഫോറിൻ കൺട്രി ഹി ലിവ്ഡ് ഇൻ ടെന്റ്സ്, കൂടാരങ്ങളിൽ പാർത്തു. आमेन। तो यहाँ पे उसका विशेषता यहाँ पे 9 पद में पढ़ते हैं, विश्वासी से उसने प्रतिज्ञा किया हुआ देश में, पराया देश में परदेशी के समान रहकर इसहाक और याकूब समेत जो उसके साथ उसी प्रतिज्ञा के वारिस दे तंबुओं में वास किया। तो परदेशी के समान तंबुओं में वास किया हुआ एक व्यक्ति था अब्राहम। പ്രോമിസ്ഡ് ലാൻഡിൽ ആണെങ്കിൽ പോലും പരദേശിയെ പോലെ താൻ താമസിക്കുവാനിടയായത്. തന്റെ മനസ്സിൽ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ പെർമനന്റ് സ്ഥലമല്ല. ആ ഒരു സാക്രിഫൈസ് തന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് അവൻ കൂടാരങ്ങളിൽ പാർത്തു. എന്നാൽ ലോത്തിന്റെ വീട് നമ്മൾ നോക്കുമ്പോൾ കട്ടളയും വാതിലും ഒക്കെ ഉള്ളതായ വീടായിട്ട് മാറി ലോത്തിന്റെ വീട് സോദോമിൽ. और जो है अब्राहम जो है यहाँ पे देखते हैं तो उन्होंने प्रतिज्ञा किया हुआ देश में पहुंचने के बाद भी वहां पे जो है बड़ा मकान वगैरह बनाने के लिए कोशिश नहीं किया। वहां पे भी तंबुओं में रहकर जो है उसका मन में यही सोच था कि ये सब स्थायी नहीं है, परमेश्वर ने इस दुनिया में मेरे लिए प्रतिज्ञा की और देश में हम पहुंच गया तो भी ये स्थायी नहीं है, अस्थायी है, ये बात उसको मालूम था। लेकिन लूत जो है अपना मकान जो है ढलाई किया हुआ या लकड़ी से जो है बनाया हुआ एक अच्छा जो है एक मकान बनाकर उसमें स्थापना किया या उसमें जो है रहना आरंभ किया। കൂടാരം നമ്മോട് പറയുന്ന ദൂത് എന്തെന്നറിയാമോ? കൂടാരം നമ്മളോട് പറയുന്ന സന്ദേശം, ഞാൻ ഇവിടെ താൽക്കാലികമാണ്. എന്നാൽ ലോത്തിന്റെ വീട് നമ്മളോട് പറയുന്ന സന്ദേശം, ഞാൻ ഇവിടുന്ന് പോകാനുള്ളവനല്ല, ഞാൻ സോദോമ്യനാണ്, സോദോമിൽ താമസിക്കുന്നവനാണ്. എബ്രഹാമിന് പറയാനുള്ളത്, ഞാൻ ഇവിടുത്തുകാരനല്ല, എൻ്റെ കൂടാരം നോക്കിക്കോ, ഞാൻ പ്രോമിസ് ലാൻഡിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക്, യഥാർത്ഥ വാഗ്ദത്ത നാട്ടിലേക്ക് പോകാനുള്ളവനാണ്. और तंबू हमें क्या सिखाते हैं? तंबू हमें ही सिखाते हैं कि हम यहाँ पे रहने वाला व्यक्ति नहीं है मगर हम परदेशी है। लेकिन लूत का जो है घर हमें क्या दिखाते हैं? लूत हमें बोलेंगे कि हम यहाँ पे रहने के लिए आया है, हम इस दुनिया जरूरी है और इस यहाँ पे रहकर हमारा जिंदगी खत्म करेंगे। अब्राहम और लूत का जो है फर्क ही था। अब्राहम जो है विश्वास के साथ जो है परमेश्वर उनके लिए रखा हुआ एक देश का इंतजार जो है करने वाला व्यक्ति था। ഓ പ്രൈസ് ദി ലോർഡ്. കാരണം അതിന്റെ 10-ാം വാക്യമാണ് അതിന്റെ കീ. 11:10. For he was looking forward to the city with foundation, whose architect and builder is God. അടിസ്ഥാനമുള്ള, സ്ട്രോങ് ആയിട്ട് അടിസ്ഥാനമുള്ള, ആർക്കിടെക്ട് ദൈവമായിരിക്കുന്ന ഒരു നിത്യ രാജ്യത്തിന് വേണ്ടി എബ്രഹാം കൊതിച്ചുകൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഇവിടെ ടെമ്പററിയാണ്. നമുക്ക് വേണ്ടി അവൻ ഒരു നഗരം പണിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് വേണം. ആ ഒരു ത്യാഗോജ്വലമായ ഒരു ജീവിതമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
यहाँ पे हम लोग पढ़ते हैं कि उसके 11-10 पद में, क्योंकि वो स्थिर निवास नगर की बाट जो होता था, जिसका रचने वाला और बनाने वाला परमेश्वर है। भाइयों बहनों, हमारा जीवन में हमें समझना चाहिए कि प्रभु जो है हमारे लिए रखने वाला एक जगह है, हम वहां के लिए इंतजार करने की एक जरूरत है। इसीलिए इस दुनिया में रहने के वक्त में उसमें से एक डिटैचमेंट या उसमें से एक जो है अलगाव, एक अलग रखने का, एक अलग रहने का एक एक विचार हमारा मन में होना बहुत जरूरी है। അതുകൊണ്ട് നമ്മൾ വീടുകളിൽ താമസിക്കേണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. അവൻ താമസിച്ചതും കൂടാരം എന്ന് പറഞ്ഞാൽ ഒരു വീട് പോലെയാണെങ്കിലും അവന്റെ മാനസികമായ അവസ്ഥ എന്ന് പറയുന്നത്, ഞാനിവിടെ ടെമ്പററിയാണ്, ഞാനിവിടെ ടെമ്പററിയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ അത് എണ്ണിക്കൊണ്ട് ജീവിക്കണം. അതാണ് ഇതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ത്യാഗം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. और यहाँ पे जो है उन्होंने एक घर जैसा जो है बनाया है, ऐसे से समझ लीजिए कि उन्होंने तंबू में रहने के बाद भी अपना घर को उसको समझ लिया था, लेकिन उनका मन में जो है कि एक क्या बोलते हैं, इसमें से अलग रहने का या उसमें से जो है अलगाव रखने की एक इच्छा उनका मन में था। कभी भी वो उनका हृदय को शासन करने के लिए नहीं दिया। പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ചിന്ത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. യോശുവയുടെ പുസ്തകം 24 അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചേ പറ്റുകയുള്ളൂ. The book of Joshua chapter 24 verse 2 and 3. Joshua said to all the people, this is what the Lord, the God of Israel says. Your forefathers, including Terah, the father of Abraham and Nahor, lived beyond the river and worshipped other gods. ഉൽപ്പത്തിയിൽ ഇല്ലാത്തതായ ഒരു കാര്യം ദൈവാത്മാവോട് ഉൾപ്പെടുത്തുകയാണ്. Worshipped other gods. But I took your father Abraham from the land beyond the river and led him throughout the Canaan and gave him many descendants like Isaac. ഇവിടെ നമ്മൾ കാണുന്നതായ ഒരു കാര്യം എന്ന് പറയുന്നത്, രാജ്യവും ചാർച്ചക്കാരെയും വിട്ടാൽ പോരാ, പഴയ സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ, പഴയ ദൈവങ്ങളോടുള്ളതായ നമ്മുടെ ലോയൽറ്റി എല്ലാം വിട്ട് നിത്യനായ ജീവിക്കുന്ന ദൈവത്തോടുള്ളതായ ഒരു ശക്തമായ ഒരു ലോയൽറ്റി നമുക്ക് ആവശ്യമാണ്. ആമേൻ. यहाँ पे 24 अध्याय जो है होशू का किताब 24 अध्याय उसका 2 और 3 पद जो है पढ़ेंगे, जिसका विवरण उत्पत्ति में हम लोग नहीं पढ़ सकता हूं। तब यहोशू ने उन सब लोगों से कहा, इस्राएल का परमेश्वर यहोवा इस प्रकार कहते हैं, प्राचीन काल में अब्राहम और नाहोर का पिता तेरह आदि तुम्हारे पुरखा पराये महानद के उस पार रहते हुए दूसरे देवताओं की उपासना करते थे, और मैंने तुम्हारे मूल पुरुष अब्राहम को महानद के उस पार में से आकर कनान देश में सब स्थानों में फिराया और उसके वंश को बढ़ाया और उसे इसहाक को दिया। देखिए, एक बात यहाँ पे जो है पाए जाते हैं, जब अब्राहम को बुलाने के वक्त में उन लोग का जो है पूर्वज लोग जो है जो पराये देवता का उपासना करता था, लेकिन जब बुलाने के वक्त में, तीसरा मुद्दा जो है मैंने यही बोलना चाहते हैं, जब बुलाने के वक्त में वो भी छोड़कर पुराना जो है रीति रिवाज या पुराना आराधना को छोड़कर जो है आगे बढ़ने के एक सफर था अब्राहम का सफर। ശിഷ്യത്വത്തിലേക്കുള്ള വിളി ഒരു പേരുമാറ്റമല്ല, ശിഷ്യത്വത്തിലേക്കുള്ള വിളി ഒരു മതം മാറ്റമല്ല, ശിഷ്യത്വത്തിലേക്കുള്ള വിളി ഒരു സഭാമാറ്റമല്ല, ശിഷ്യത്വത്തിലേക്കുള്ള വിളി ഒരു ലോയൽറ്റിയുടെ മാറ്റമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു റിലേഷൻഷിപ്പിന്റെ മാറ്റമാണ് ഡിസൈപ്പിൾഷിപ്പിലേക്കുള്ള വിളി എന്ന് പറയുന്നത്. और चेला बनने का जो है बुलाहट जो है एक जो है साधारण बुलाहट नहीं है, नाम बदलने के एक बुलाहट नहीं है, नया एक कलीसिया में जो है नाम लिखने के एक बुलाहट नहीं है, धर्म परिवर्तन करने के एक बुलाहट नहीं है, मगर आप जब जो चेला बनने का जो बुलाहट जो है लॉयल्टी के लिए या आपका जो ईमानदारी को आप जो है आपका वफादारी को दिखाने वाला एक बुलाहट है। कितना तक आप प्रभु पर वफादार है, कितना तक आप प्रभु पर जो है विश्वास करते हैं, उसका एक बुलाहट है।
ഓ പ്രൈസ് ദി ലോർഡ്. അവനോടുള്ള സ്നേഹത്തോടുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ പ്രതികരണമാണ് പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, നീ നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശക്കാരെയും വിട്ടാൽ മാത്രം പോരാ, നിന്റെ സിസ്റ്റത്തോട്, നീ ഇടപഴകിയിരിക്കുന്ന സിസ്റ്റത്തോട്, അന്യ ദൈവങ്ങളോട്, പാപ സ്വഭാവങ്ങളോട് നീ വിട പറഞ്ഞിട്ട് എന്നോടുള്ളതായ ലോയൽറ്റിയിൽ, എന്നോടുള്ളതായ ഒരു 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 അചഞ്ചലമായ ഒരു സമർപ്പണത്തിലേക്ക് നീ കടന്നു വരുവാനിടയായി തീരണം. അത്രമാത്രം ത്യാഗോജ്വലമായ ഒരു വിളിയാണ് അബ്രഹാമിന്റെ വിളി. अब्राहम को जब परमेश्वर बुलाने के वक्त में अब्राहम से प्रभु बोला कि अब्राहम केवल जो है तुम्हारा रीति रिवाज छोड़ना नहीं है, तुम्हारा जो है देवी देवताओं को ही छोड़ना है, तुम्हारा जो है पुराना तरीका को छोड़ना है, पुराना जीवन शैली को छोड़ना है, पुराना पाप का अवस्था को छोड़कर तुम जो है एक निष्ठा जो है, एक राज्य भक्ति जो है मेरे साथ जो है तुम्हें होना है, पुराना जो भक्ति को छोड़कर एक नया राज्य भक्ति मेरे ऊपर में तुमको करना है। ये बुलाहट अब्राहम को बुलाया। हालेलुया। Praise the Lord. Hallelujah. The uncertainty involved in the calling, the sacrifice involved in the calling. यहाँ पे जो है एक जो है अज्ञानता है, बुलाहट में एक अज्ञानता होते हैं और उस बुलाहट में जो है त्यागने का एक अवस्था होते हैं। Praise the Lord. ഞാൻ എൻ്റെ മൂന്നാമത്തെ അവസാനത്തെയും ചിന്തയിലേക്ക് വരുവാനിടയായി തീരട്ടെ. और मैं मेरा तीसरा और आखिरी सोच को आपके सामने रखना चाहता हूं। ഒരു അൺനോൺ ഫാക്ടർ ഉണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഒരു സാക്രിഫൈസ് ഉണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരു കാര്യം പറയട്ടെ. there is a promise involved in this calling. ദൈവം നിങ്ങളെ വിടുവാനും അതുപോലെ തന്നെ ത്യാഗോജ്വലമായ കാര്യങ്ങൾ ചെയ്യുവാനും ഒരു അസ്വാഭാവികത ഉൾക്കൊണ്ടിരിക്കുന്ന വിളിയാണെങ്കിലും ഇതിന് ദൈവം ഒരു ശക്തമായ ഒരു ബാക്കപ്പ് തന്നിട്ടുണ്ട്. അവൻ നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അബ്രഹാമിനോട് പറയുന്നു, നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചുമ്മാ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല, ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരുന്നുണ്ട്. പ്രോമിസ് ഇൻവോൾവ്ഡ് ഇൻ ദ കോളിംഗ്. ഹല്ലേലൂയ. इस जो है बुलाहट में जो है एक अनिश्चितता है, एक अनिश्चित अवस्था है इसमें जो है, और जो है इस बुलाहट में जो है कई त्यागने की जरूरत होते हैं। लेकिन मैंने आप लोगों को प्रोत्साहन करना चाहता हूं, केवल दोनों नहीं, उसके साथ एक और बात जो है यहाँ पे प्रभु ने जो बता रहा है उसमें एक वायदा भी जुड़ा हुआ है कि उसमें जो है अनिश्चितता है लेकिन साथ ही साथ उसमें त्यागने की जरूरत भी है। लेकिन ये बुलाहट जो है एक वायदा की ओर से आपको बुला रहा है, एक वायदा परमेश्वर किया हुआ है आपके साथ। യെസ്, അനിശ്ചിതത്വം, അതാണ് അതിന്റെ റൈറ്റ് വേർഡ്. അനിശ്ചിതത്വമുണ്ട്. അനിശ്ചിതത്വം. താങ്ക് യു പാസ്റ്റർ ജീൻ. അനിശ്ചിതത്വമുണ്ട്, ഇതിലൊരു ത്യാഗമുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിലൊരു പ്രോമിസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതായ ഘടകം. और हमें जो है आगे बढ़ाने का जो है फैक्टर या आगे बढ़ाने का चीज जो है, इसमें अनिश्चितता जो है वो नहीं, उसमें त्याग करना है वो नहीं, मगर इसमें जो है एक भरोसा देने वाला एक वायदा है। वायदा हमें आगे बढ़ने के लिए मदद करते हैं। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മിഷണറിയുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞത്, ഐ തിങ്ക് ഇറ്റ് ഈസ് സിറ്റി സ്റ്റഡ്, എൻ്റെ കയ്യിൽ 89 സെൻസുമുണ്ട്, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളുമുണ്ട്. एक मिशनरी जो है एक बात जो बताया, उसका नाम जो है मैंने भूल गया, मेरे ख्याल से सिटी स्टेट जो है बताया गया है। मेरे पास जो है 89 जो है सेंड है, मतलब उनका पैसा है 89 सेंड है, मेरे पास इतना ही बाकी है, और बाकी जो बाकी है प्रभु का वायदा मेरे पास बाकी है। Oh, praise the Lord. What a strong statement that is. എൻ്റെ കയ്യിൽ എൻ്റെ സമ്പത്ത് എന്ന് പറയുവാൻ 89 പൈസ മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ കയ്യിൽ അനാദിയായ ദൈവം എനിക്ക് തന്ന ഒരു അസാമാന്യമായ സമ്പത്തുണ്ട്, എല്ലാ വാഗ്ദത്തങ്ങളും. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതായ ഘടകം എന്ന് പറയുന്നത്. हालेलुया। हमें जो है आगे बढ़ाने का चीज जो है प्रभु का वो वायदा होते हैं, क्योंकि सिटी सेट जो इस प्रकार बोल रहा, मेरे पास जो संपत्ति अगर पूछेगा तो सिर्फ 89 सेंट बाकी है, या उतना ही पैसा जो है 90 रुपया का जो है आसपास जो है कुछ पैसा ही बाकी है, लेकिन मेरे पास परमेश्वर ने दिया हुआ पूरा वायदा मेरे लिए बाकी है। एक मसीही व्यक्ति को आगे बढ़ने के लिए जो मदद करने वाला चीज ही होते हैं, हमारे ऊपर में प्रभु ने दिया हुआ वायदा हमें आगे बढ़ाना चाहिए।
चाहिए। ഇത് हालेलुया। തന്നെയാണ് അബ്രഹാമിന് പറയുവാനായിട്ടുള്ള കഥ. അനിശ്ചിതത്വം നിറഞ്ഞ യാത്രയാണ്, ത്യാഗസമ്പൂർണമായ യാത്രയാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. आमेन। എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ हालेलुया। കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ യാത്ര അനിശ്ചിതത്വം നിറഞ്ഞതാണ്. നമ്മുടെ യാത്രയിൽ ത്യാഗമുണ്ട്. എന്നാൽ നമുക്കുള്ള പ്രത്യേകത, അവന്റെ എല്ലാ വാഗ്ദത്തങ്ങളും നമ്മളോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. आमेन। भाइयों बहनों, हमारा सफर जो है एक अनिश्चितता का सफर है। हमारा सफर जो है एक त्याग करने का सफर है। लेकिन ये अनिश्चितता होने के बाद भी, त्याग करने के बाद भी, आपको समझ लीजिए कि आपके साथ प्रभु का पूरा वायदा आपके साथ है। हालेलुया। दुनिया के अंत तक मैंने सदा तुम्हारे साथ रहेंगे, जो वायदा किया हुआ प्रभु का वायदा तुम्हारे ऊपर में है। और पूरा वायदा प्रभु जो है बताया गया, पूरा वायदा आपके लिए प्रभु जो है दिया गया है। हालेलुया। പ്രൈസ് ദി ലോർഡ്. നോ വണ്ടർ എബ്രഹാമിന്റെ പേരിനോട് ബന്ധപ്പെട്ട് 3 മോണോത്തിസ്റ്റിക് റിലിജൻസ് തന്നെയുണ്ട്, അല്ലെ? ജുഡായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. ഞാൻ അതിനെ മഹിമയായിട്ട് കാണുകയല്ല, അത്രമാത്രം ഇൻഫ്ലുവൻഷ്യലായി എബ്രഹാം മാറുവാനായിട്ട് ഇടയായിത്തീരുന്നു. 2 റിലിജൻ നെഗറ്റീവ് കൊണോട്ടേഷൻ ആണെങ്കിൽ പോലും, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ അത്രമാത്രം ഇൻഫ്ലുവൻസ് ഉള്ളവനായി എബ്രഹാം മാറുവാനിടയായിത്തീരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എബ്രാം ടു എബ്രഹാം. आमेन। तो आप समझ लीजिएगा कि जो है मैं जो बोल रहा हूं उसके सकारात्मक बातों में जो है ले लीजिएगा कि अब्राहम जो व्यक्ति विश्वास का जिंदगी जीने के कारण, देख समझ लीजिए, वो 3 धर्म को उत्पन्न करने के एक व्यक्ति बन गया। देखिए, एक मसीही 3 जो है ये एक अद्वैत प्रभु को, मतलब एक ही प्रभु को जो उपासना करने वाला 3 झुंड को, एक जो है इस्लाम जो है होते हैं, एक यहूदी होते हैं और एक मसीही लोग होते हैं। इसमें मैंने ये नहीं बोल रहा हूं कि बाकी कई धर्म श्रेष्ठ है, इस प्रकार का बात मैंने नहीं बोल रहा हूं, लेकिन उसका जो है एक व्यक्ति का प्रभाव से क्या क्या जो है, कहां कहां उसका प्रभाव जो है पड़ गया है, उसी के बारे में मैं बताना चाहता हूं। अब्राहम जो व्यक्ति विश्वास का जो है कदम उठाने के कारण, उसका प्रभाव जो है काफी गहरा प्रभाव जो है अलग अलग क्षेत्र में हुआ है। हालेलुया। എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമുക്ക് അബ്രഹാമിന്റെ റൈറ്റ് ഹെറിറ്റേജ് ലഭിക്കുവാനിടയായിത്തീർന്നു. മറ്റുള്ളവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ റൈറ്റ് ട്രാൻസ്ലേഷൻ നമുക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിശ്വാസികൾ എന്നറിയപ്പെടുന്നത്. आमेन। लेकिन अब्राहम का जो है, अब्राहम को जो है मिला हुआ जो है, जो वारिस का सही जो है हिस्सा हमें जो है मिल गया, यीशु मसीह के द्वारा हमें जो है मिल गया। इसलिए हम जो है विश्वासी जो है बोला जाता है, बाकी लोगों को वो नहीं मिला है। उसके लिए हम लोग उन लोगों के लिए प्रार्थना करें कि प्रभु उन लोग को भी अब्राहम का जो है वायदा का वारिस उन लोग को भी बनाइए, वो लोग भी उस विश्वास में आने पाए। लेकिन हमें जो है उसको मिला, वे जो है अब्राहम का जो है जिंदगी के प्रभाव है। ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ അത് നമുക്ക് ലഭ്യമാകുവാനിടയായിത്തീർന്നു. ഗലാത്യലേഖനമെല്ലാം നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതായ ഉത്തരവാദിത്തമുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. और हमें जो है वारिस मिला है, लेकिन बाकी लोगों के लिए हमें प्रार्थना करने की जरूरत है। इस वारिस के बारे में गलातियों के पत्र में पौलुस जो है बता रहा हूं, उसके बारे में आपको पढ़ सकता हूं। अब्राहम के द्वारा मिला हुआ वायदा कैसे हम जो है हासिल कर सकता है, उसके बारे में वहां पे बताया गया है। മറ്റു 2 ഞാൻ പേര് പറഞ്ഞ 2 റിലിജൻസും അബ്രഹാമിന്റെ വേറെ ഒരു രീതിയിലുള്ളതായ ഒരു അനുഗാമികളായി മാറിയിരിക്കുമ്പോൾ, യഥാർത്ഥ രീതിയിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और बाकी जो है मैंने बताया गया, धर्म का जो है धर्म जो है अब्राहम का द्वारा आया हुआ है, लेकिन उसका सही जो है मतलब समझने के लिए प्रभु ने हमें जो है चुन लिया और हमें जो है मदद मिला। इसके लिए जो है हम प्रभु को धन्यवाद देता हूं। അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്. അവർ വിശ്വാസത്തിൽ കണ്ടത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരുന്നു. നമുക്കൊരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. നമ്മളും ആ രാജ്യത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അത് ക്രിസ്തുവിൽ പൂർണ്ണമാകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. आमेन। तो अब्राहम को मिला है वह वायदा जो है मसीह में जो है परिपूर्ण हो गया, जिसके बारे में हम लोग जो है 11 अध्याय में, इब्रानी के पत्र 11 अध्याय में जो है पढ़ा था। मसीह के द्वारा ही जो है वायदा पूरा हो जाते हैं, क्योंकि मसीह हमें जो है एक अपना जो है राज्य में लेके जाने वाला है। എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
ഞാനൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 6:13-15. When God made his promise to Abraham, since there was no one greater for him to swear by, he swore by himself, saying, I will surely bless you and give you many descendants. And after so waiting patiently, Abraham received what was promised. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? അന്ന് സത്യം ചെയ്യുമ്പോൾ വേറൊരാളുടെ പേരിൽ, തന്നെക്കാൾ വലിയവനായ ഒരാളുടെ പേരിൽ സത്യം ചെയ്താൽ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, ഈ പ്രോമിസ് ഞാൻ അബ്രഹാമിനോട് ചെയ്യുമ്പോൾ എന്നേക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഞാൻ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. और उसका जो है अब्राहम का बुलाहट का गहराई हम इब्रानी का पत्री 6 अध्याय में इसका 13 और 14 पद पढ़ेंगे तो पता चलेगा कि इसका 13 पद इस प्रकार पढ़ते हैं, परमेश्वर ने अब्राहम से प्रतिज्ञा करते समय जब शबत खाने के लिए किसी को अपने से बड़ा न पाया तो अपनी ही शबत खाकर कहा, मैं सचमुच तुझे बहुत आशीष दूंगा और बढ़ाता जाऊंगा। और इस रीति से उसने धीरज धरकर प्रतिज्ञा की हुई बात प्राप्त किया। और देखिए यहाँ पे जो है प्रभु बता रहा है कि कोई भी एक व्यक्ति के नाम लेकर वायदा करेंगे तो उसमें तो कुछ वायदा होते हैं, लेकिन यहाँ पे प्रभु को किसी बड़ा व्यक्ति नहीं मिलने के कारण प्रभु बोल रहा है, मैंने अपने नाम में जो है तुम्हें जो है वायदा करना चाहता हूं। പ്രൈസ് ദി ലോർഡ്. അതിനാളെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെല്ലാം പല സംസ്കാരങ്ങളുണ്ടല്ലോ. ഞാൻ തലയെ തൊട്ട് സത്യം ചെയ്യുന്നു, അമ്മയെ ചൊല്ലി സത്യം ചെയ്യുന്നു ഒക്കെ പറയുന്നതായ ഒരു കാര്യം. എന്നിൽ തന്നെ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ള പലവരും അവർക്ക് അംഗീകാരമായിട്ടുള്ള പലരുടെ പേരുകൾ എടുത്ത് നമ്മൾ സത്യം ചെയ്യാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നത്, എനിക്ക് ആരുടെയും പേരെടുക്കേണ്ട കാര്യമില്ല. പറയുന്നു, ഞാൻ എൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. എബ്രാം ഈസ് ബിക്കമിങ് എബ്രഹാം. और हम लोग जो है कि रीति रिवाज होते हैं कि हम लोग कसम खाने का, जब हम लोग जो है कई लोग अपना माँ के नाम बोलकर कसम खाते हैं और किसी का जो है नाम बोलकर हम लोग कसम खाते हैं, लेकिन प्रभु यहाँ पे कसम खाने के लिए किसी का नाम नहीं ले रहा है, क्योंकि किसी का नाम लेने की जरूरत नहीं है। प्रभु जो है अब्राहम से बोल रहा है, अब्राहम मैंने तुमको जो है वायदा कर रहा हूं, मेरे नाम में मैंने वायदा कर रहा हूं, हालेलुया। और आपको अब्राहम से अब्राहम बनाने के लिए मैंने तुमको वायदा किया है, वो वायदा को मैंने पूरा करेंगे, हालेलुया। നമുക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെ സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. और हमें जो है मसीह होने के नाते उस प्रकार कसम खाने का कोई जरूरत नहीं है, मैंने सिर्फ उसका पृष्ठभूमि के बारे में समझने के लिए आपको बताया गया है। ദൈവം പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വെച്ചുകൊണ്ട്, എന്റെ ക്രെഡിബിലിറ്റിയെ വെച്ചുകൊണ്ട്, ദൈവത്തിന്റെ ഗ്ലോറിയെ സ്റ്റേക്ക് ആക്കി വെച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ അവനെ വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കുള്ളതായ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടത് ക്രൂശിലാണ്. വേറെ ആരെയുമല്ല നമുക്ക് വേണ്ടി മരിക്കുവാൻ ദൈവം അയച്ചത്. തന്റെ സ്വന്തം കുമാരനായ ദൈവമായിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ഇതിനേക്കാൾ വലിയതായ ഒരു വാഗ്ദത്തം എവിടെയുണ്ട്? നമ്മളെക്കാൾ ധന്യരായ ഒരു വിശ്വാസികൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ വേറെ എവിടെയുണ്ട്? आमीन। तो अपना जो है नाम लेकर जो है प्रभु ने वायदा किया, और वायदा का पूर्तीकरण जो है हमें देखते हैं कि मसीह का जो है मृत्यु में, क्योंकि यीशु मसीह परमेश्वर का जो है पुत्र को उन्होंने हमारे लिए जो है बलिदान के रूप में जो है भेजने की वजह से हमें जो है अब्राहम का जो है अनुग्रह जो है हमारा जीवन में जो है मिल गया, और उस प्रकार का वारिस हम भी जो है बन गया। और इससे बड़ा जो है आशीष हमें कहां से पाया जा सकता है? Oh, praise the Lord. അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ഉള്ളതായ ഒരു വിളി, ത്യാഗം നിറഞ്ഞതായ ഒരു വിളി, പക്ഷേ വാഗ്ദത്തങ്ങളെ കൊണ്ട് സമ്പൂർണമായ പരിപുഷ്ടമായ ഒരു വിളി. अनिश्चितता से भरा हुआ एक बुलाहट, त्याग से भरा हुआ एक बुलाहट, लेकिन वायदा से भरा हुआ एक बुलाहट। हालेलुया, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എബ്രാം ടു എബ്രഹാം. ഇന്ന് രാത്രികാലം നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റുന്ന ദിവസമായി ദൈവം നമ്മുടെ ദിവസങ്ങളെ മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, എന്നെ നീ വിശ്വാസത്തിന്റെ ഒരു ധീര പോരാളിയാക്കി മാറ്റണമേ. കർത്താവേ, ഐ നോ ലോർഡ് there is a certainty involved. കർത്താവേ, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിലൊരു ത്യാഗമുണ്ട്. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ളതായ ഉറപ്പ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ വാഗ്ദത്തം.
और हमारा जो है नियति को बदलने वाला एक अवस्था होने पाए कि हमारा जीवन में जो है इसमें त्याग करने की जरूरत है और हमें जो है अनिश्चितता होते हैं। लेकिन एक चीज हम समझ लीजिए कि प्रभु का वायदा आपके लिए है, मेरे लिए है, और यही जो है हमारा जो है लंगार होते हैं, आगे बढ़ने के लिए हमें मदद करते हैं। പൗലോസിന്റെ വാക്കുകളോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപതിഥി അവസാനത്തോളം കാക്കുവാൻ ശക്തനാണ്. ഐ നോ ഹും ഐ ഹാവ് ബിലീവ്ഡ്. അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പാസ്റ്റർ ജീൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ സ്ട്രെങ്ത്, അല്ലാതെ എനിക്ക് വഴിയറിയാമെന്നുള്ളതല്ല എൻ്റെ സ്ട്രെങ്ത്. എൻ്റെ അജ്ഞതയാണ് എൻ്റെ സ്ട്രെങ്ത്. ഹല്ലേലൂയ. आमीन। जो है पौलुस का बात बोल के मैं समाप्त करना चाहता हूं। पौलुस बोल रहा है कि मुझे मालूम है कौन मुझे बुलाया है, वो मेरा जो है सबसे करीब व्यक्ति है। हालेलुया। और जो है मैं जो है पहला उदाहरण में वापस आना चाहते हैं। उस उदाहरण में मेरा अज्ञानता जो है मेरा जो है ताकत है, मेरे पास ज्ञान है वो नहीं मेरा ताकत है। लेकिन पादरी अब जो पास्टर जी मेरे साथ है, इसलिए मैं अज्ञान रहूं तो भी वो मेरा ताकत है। मैं उस पर निर्भर करने वाला एक व्यक्ति बनूं है। ശിഷ്യത്വത്തിലേക്കുള്ള വിളി അതൊരു അനിശ്ചിതത്വം നിറഞ്ഞ വിളിയാണ്. അത് ത്യാഗോജലമായ ഒരു വിളിയാണ്. പക്ഷെ അതിൽ നമുക്കൊരു വാഗ്ദത്തമുണ്ട്. ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട്. ആ വിളി കേട്ടിറങ്ങിയ നമ്മൾ പിന്തിരിഞ്ഞു നോക്കാതെ നമുക്ക് യാത്ര തുടരാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. आमीन। तो हमें जो है इस बुलाहट में जो है निश्चितता होते हैं। इस बुलाहट में जो है हमें जो है बहुत दिक्कत होते हैं, त्यागने का परेशानी हो जाते हैं। लेकिन परमेश्वर का वायदा से भरा हुआ एक बुलाहट, इस बुलाहट में आगे बढ़ने के लिए परमेश्वर आपको सहायता करे। परमेश्वर का महिमा हो। ആമേൻ. इस वचन के द्वारा प्रभु आपको आशीष करे। आमीन। धन्यवाद। हालेलुया। आइए हमारा जीवन को फिर